പത്രം ചെറുക്കൻ്റെ ഒരു കാര്യം നേരെ ചൊവ്വേ പത്രം കൂടുതലാണ് പറ്റുക. വാ ജിനാണ് കേട്ടോ, പൈസക്ക് വാ കാണിച്ചേരാം. ഇന്ത്യ വീണ്ടും ആണവ പരീക്ഷണം. നേരെ ചായ ഒന്നും വേണ്ടേ? എൻ്റെ തൃക്കച്ചോണ്ട് പൊന്നാര പമ്പറോളൊന്ന് കിട്ടിയിട്ട് വേണ്ടപ്പത്. വാട്ട ചായ എല്ലാ പത്രത്തിലും പരസ്യ, ഇതിലും പരസ്യ ഇല്ലാത്ത ജാതി. അത് പരസ്യം നോക്കട്ടെ. പരിപാടിയൊക്കെ ഉണ്ടല്ലോ. മുത്തുവാ നോക്കേ, പുതിയ പരസ്യം വന്നിക്കണു. പരസ്യം കണ്ടിട്ട് പണിയൊക്കെ പിന്നീട് ഇത് വായിച്ചു നോക്കാം. കൊതുകുണ്ടല്ലോ ഇവിടെ, നേരം വെളുക്കണില്ല കൊതുകും. പിന്നെ ഈ 28-ാം തീയതി AIOP സ്കൂൾ കൂട്ടിൽ അഡ്മിഷൻ തുടങ്ങണം. നമ്മളെ കുഞ്ഞോളം അവിടെ ചേർക്കല്ലേ? എന്തിനാ അവിടെ ഒക്കെ ചേർക്കണേ? നമ്മളെ ഷെഫീഖിന്റെ കുട്ടീനെ അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലെ ചേർത്തുകളെ, അവിടെ ചേർത്താൽ മതി നമ്മളെ കുട്ടീനെ. നല്ല ഒമ്പതോളം എന്ത് വർത്താനാ പറയണേ? ഞാൻ പഠിച്ച സ്കൂളാണത്. 100 വർഷം പൂർത്തീകരിച്ചു സ്കൂള്. അനക്ക് അതിനെ കുറിച്ച് എന്താ അറിയാ? 100 വർഷമായിട്ടുണ്ടാവും, പക്ഷെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി പഠിച്ച സ്റ്റാൻഡേർഡ് അവിടെ കിട്ടൂലല്ലോ. അനക്ക് ഈ സ്കൂളിനെ കുറിച്ച് എന്താ അറിയാ? ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കുള്ള ബസ് സർവീസ്, അതുപോലെ മറ്റുള്ള സ്കൂളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ LSS USS പരീക്ഷകളിൽ 30-ലേറെ കുട്ടികൾ ഇവിടുന്ന് പരീക്ഷ എഴുതി പാസ്സായി. അതുപോലെ തന്നെ ഇവിടെ 3000-ൽ ഏറെ പുസ്തകങ്ങളുള്ള ലൈബ്രറി, അതുപോലെ വിദഗ്ധരായ അധ്യാപകരുടെ കീഴിൽ കരാട്ട പരിശീലനം, അതുപോലെ സ്പോർട്സ്, കായികപരമായ പരിശീലനം, എല്ലാ പരിശീലനങ്ങൾക്കും വൺ സെറ്റപ്പോട് കൂടിയാണ് ഈ സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 100 വർഷം പിന്നിട്ട കൂട്ടിലെ AIOP സ്കൂളിലെ അക്കാദമിക്കും അതുപോലെ തന്നെ ഭൗതികപരമായിട്ട് ഉപജില്ലയിൽ 1-ാം നമ്പറാണ് കൂട്ടിലെ AIOP സ്കൂള്. അതിനെക്കുറിച്ച് എനിക്ക് വല്ല വിവരമുണ്ടോ? വർക്ക് എക്സ്പീരിയൻസിന് പ്രത്യേകം ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. LSS USS പരീക്ഷകൾ വരുമ്പോൾ അതിന് പ്രത്യേകം ക്ലാസ് കൊടുത്തിട്ട് ടീച്ചേഴ്സ് അതിനായിട്ട് ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കുറവുണ്ടല്ലോ, കുട്ടികൾ പഠന നിലവാരം കുറയല്ലോ, അപ്പോൾ അതിന് ഉണർവ് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സും കൂടി വെച്ചിട്ട് അവരെ ഉണർത്തുന്ന ഒരു പരിപാടിയായിട്ട് അതും വേറെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ വർക്കിംഗ് എക്സ്പീരിയൻസിനും ആർട്സിനും പ്രത്യേകം ട്രെയിനിങ് കൊടുത്തിട്ട് പ്രത്യേകം മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒപ്പന, നാടകമൊക്കെ ഉണ്ടല്ലോ, ആർക്കൊക്കെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ സാധനങ്ങൾക്ക് വേറെ ട്രെയിനിങ് കൊടുത്തിട്ട് സബ് ജില്ലയും ഒക്കെ കൊണ്ടുപോകുന്ന അധ്യാപകരുണ്ട്. ഈ അധ്യാപകർ ആണ് സ്കൂളിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അവരെടുക്കുന്ന ടാസ്ക്കാണ് ആ സ്കൂളിൻ്റെ വിജയം. അതുകൊണ്ട് തന്നെ കൂട്ടുള്ള സ്കൂളിലെ അധ്യാപകർ നല്ല ടാസ്ക് എടുത്തിട്ട് തന്നെ കുട്ടികളെ എല്ലായിടത്തും എത്തിക്കണം. എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, സകലവിധ ആൾക്കാരും ഈ കൂട്ടുള്ള സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് പോയതാ, അല്ലാതെ വേറെ ഒന്നും പഠിച്ചതല്ല. ഇതൊരു ഇംഗ്ലീഷുകാരത്തി വന്നിരിക്കണം. എനിക്ക് സ്റ്റാറ്റസ് പോരത്രേ. എനിക്ക് കൂട്ടുള്ള സ്കൂളിൽ വിദ്യാഭ്യാസം നേടിയിട്ട് എവിടെയൊക്കെ ആരൊക്കെ എത്തിക്കണം എനിക്കറിയോ? ആദ്യം ഇരുന്നൊന്ന് പഠിച്ച കൂട്ടുള്ള സ്കൂളിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ആണ്. അപ്പം വെളിവ് വരും, എനിക്ക് വെളിവ്. പഠിച്ചോനെ, ഇത്രയൊക്കെ മികവ് നമ്മളെ സ്കൂളിന് ഉണ്ടോ കാക്കോ? എന്നാ പിന്നെ നമ്മളെ കുട്ടീനെ നമ്മളെ സ്കൂളിൽ തന്നെ ചേർത്താൽ മതി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി നിങ്ങളോടാണ് പറയാനുള്ളത്. ഈ വരുന്ന 28-ാം തീയതി നമ്മുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ ആരംഭിക്കുകയാണ്. ഇത്രയും ഫെസിലിറ്റീസുള്ള ഈ സ്ഥാപനം വിട്ട് എന്തിന് നിങ്ങൾ പുറത്തേക്ക് പോകണം? ഇനി നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പഠിക്കട്ടെ, കൂട്ടിലെ AIOP സ്കൂളിലേക്ക്.